സൊസൈറ്റിയിലെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ഗ്രൂപ്പ്സ് ലോൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട്. ബട്ട് അറ്റ് ദ വെരി സെയിം ടൈം നമ്മളെ പോലെയുള്ള നോർമൽ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഈ ലോൺസും കാര്യങ്ങളും എങ്ങനെയാണ് ബാധ്യതയായി മാറുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കടങ്ങൾ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഫിനാൻഷ്യൽ ബേർഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രണ്ട് ടേംസ് എന്താണെന്ന് പറയണം: ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ്. സോ ഇതിന് തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇനി ആദ്യം പറഞ്ഞതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെയർ ഫിനാൻസ് മേക്സ് സിംപ്ലർ ആൻഡ് പ്രാക്ടിക്കൽ. അപ്പോൾ നമ്മുടെ പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുവരുന്നത് എന്തും അസറ്റാണ്. അതുപോലെ പോക്കറ്റിൽ നിന്ന് പൈസ പോകുകയാണെങ്കിൽ അതൊരു ലയബിലിറ്റിയുമാണ്. സോ നിങ്ങളുടെ അസറ്റ് ഇൻക്രീസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കൂട്ടാനോ അഥവാ നിങ്ങൾക്ക് ഇൻകം കൂടുതൽ കിട്ടുന്ന ഒരു അസറ്റ് വാങ്ങിക്കാനോ വേണ്ടി ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ലോണായിട്ട് കൺസിഡർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ബാധ്യത കൂടുകയാണെങ്കിൽ, നിങ്ങളെടുത്ത ലോൺ മൂലം നിങ്ങളുടെ ബാധ്യത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബേർഡൻ കൂടുകയാണെങ്കിൽ അതൊരു ബാഡ് ഡെറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യണം. നമ്മുടെ ചുറ്റുമുള്ള ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആളുകൾ ആക്ച്വലി ചെയ്യുന്നത് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യമാണ്. അവർ ലോണും ബാധ്യതകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് ലോൺ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുകയാണ്. അത് ആക്ച്വലി നല്ലൊരു ലോണാണ്. ബിക്കോസ് നിങ്ങളൊരു ബിസിനസ് ലോൺ എടുത്തു കഴിഞ്ഞ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആൻഡ് ആ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുക്കുകയാണ്. ആ ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് നിങ്ങളൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇയേഴ്സ് ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടും. ഈവൻ നിങ്ങൾക്കിപ്പോൾ താമസിക്കാൻ അത്യാവശ്യം നല്ലൊരു വീടുണ്ട് എങ്കിൽ പോലും നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുവാണ്, ഞാനൊരു ഹൗസിംഗ് ലോൺ എടുത്ത് ഒരു വീടും കൂടി വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി എസ് എന്നേ പറയത്തുള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു അസറ്റ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു വീട് റെൻറ്റിന് കൊടുത്തൂടെ, ആൻഡ് ആ ഒരു റെൻ്റൽ ഇൻകം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തൂടെ. ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് ആകാം, ഒരു ചിട്ടിയാകാം. ഇങ്ങനെ നിങ്ങൾ എടുത്ത ലോൺ കൊണ്ട് നിങ്ങൾക്ക് ഇൻകം അഥവാ നിങ്ങളുടെ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ ഒരു ഉത്തരം യെസ് എന്നായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുവാണ്, ഓക്കെ എനിക്കിപ്പോൾ ഒരു കാറുണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഓർ ഏതെങ്കിലും ഒരു നെയ്ബർ കൂടിയൊരു കാർ എടുത്തു, സോ എനിക്കും ആ ഒരു കാർ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോൺ എടുത്ത് ആ ഒരു കാർ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി നോ എന്നേ പറയത്തുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ട്, പിന്നെ എന്തിനാണ് അനാവശ്യമായി ഒരു ലോൺ എടുത്ത് വേറൊരു കാറ് വാങ്ങിക്കുന്നത്? കാരണം ആ ഒരു അസറ്റിന് വാല്യൂ കൂടുന്നില്ല. ബൈ ഇയർ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതല്ലാതെ തിരിച്ചൊന്നും കിട്ടുന്നൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആക്ച്വലി നമ്മൾ മാക്സിമം ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ട്രെൻഡാണ്. പുതിയ പുതിയ അപ്ഗ്രേഡ്സ് വരുമ്പോൾ നമ്മൾ ഫോൺ വെറുതെ മാറ്റുവാണ്. ഈവൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ഫോൺ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, വേറെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും അവരാ ഫോൺ വാങ്ങി, ഇവരാ ഫോൺ വാങ്ങി, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഈ ഫോൺ ഇരിക്കുന്നു എന്നൊരു റീസൺ കൊണ്ട് മാത്രം നമ്മൾ ക്രെഡിറ്റ് കാർഡ്സും EMIs ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള നമുക്ക് അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ ബൈ ഇയർ കുറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോൺസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ബേർഡൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ വലിയ വലിയ ആളുകളുടെ കയ്യിൽ കൂടിയ ഫോണും ഗാഡ്ജറ്റ്സും കാറും ബൈക്കും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ദേ ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ, സോ ദേ ക്യാൻ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? ഈവൻ നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി പോലും തികയാത്ത സിറ്റുവേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഗൈസ്, ഇനി നിങ്ങളൊരു ലോൺ എടുക്കാൻ പോകുന്നതിന് മുന്നേ ആ ഒരു ലോൺ ശരിക്കും നിങ്ങൾക്കൊരു ഗുഡ് ഡെറ്റ് ആണോ ബാഡ് ഡെറ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. So I hope this video is really useful for you all. If you like this video, please do share and subscribe our channel. Thank you.